അപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 3 Ls ഓഫ് എംപവർമെന്റ് എന്നുള്ള സ്പീച്ച്, അതായത് ക്രിസ്റ്റ്യൻ ലഗാർഡയുടെ 3 Ls ഓഫ് എംപവർമെന്റ് എന്നുള്ള സ്പീച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നമ്മൾ അന്ന് ആ ടെക്സ്റ്റിനെ പറ്റി മാത്രമാണ് നമ്മൾ ആ ടെക്സ്റ്റിന്റെ അത് ആ സ്പീച്ചിൽ എക്സ്പ്ലെയിൻ ചെയ്യാണ് ചെയ്തത്. ഇന്ന് നമുക്ക് അതിലെ സ്പീച്ച് സമ്മറി അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയി എക്സാമിനൊക്കെ ചോദിച്ചു കണ്ടിട്ടുള്ള ടെക്സ്റ്റിൽ സ്പീച്ച് നാഷണൽ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ എഴുതാം. ഇത് നമ്മൾ എക്സാമിന് കണ്ടുവന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരു ഇമ്പോർട്ടൻറ്റ് എസ് ഒക്കെ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ. അപ്പൊ ഞാൻ നിങ്ങൾക്ക് എഴുതാനുള്ള കംപ്ലീറ്റ് എസ്സേയുടെ മോഡൽ അല്ല ഇവിടെ തരുന്നത്. ആ എസ്സേ എനിക്ക് തോന്നിയ ആശയത്തിലാണ് ഒരു എസ്സേ ആണ് തരുന്നത്. അപ്പൊ നിങ്ങൾ എക്സാം ആകുമ്പോഴത്തേക്ക് നല്ലൊരു സ്പീച്ച് പ്രിപ്പയർ ചെയ്ത് വെക്കണം. അതിന്റെ ഒരു മോഡൽ ആണ് നമുക്ക് തുടങ്ങാം. സ്പീച്ച്. Respected principal teachers and my dear friends, good morning everyone and happy International Women's Day. നമുക്ക് നോക്കാം. Respected principal teachers and my dear friends, ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ, ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. ഗുഡ് മോർണിംഗ് എവ്രിവൺ. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു. ആൻഡ് ഹാപ്പി ഇന്റർനാഷണൽ വുമൻസ് ഡേ. നമ്മൾ വുമൻസ് ഡേക്ക് എല്ലാവരും വിഷ് ചെയ്യുന്നു. അപ്പൊ നമ്മൾ ഇവിടെ കാണുന്ന ഈ സ്പീച്ചിന്റെ ഒരു തുടക്കം, ഒരു ഇൻട്രൊഡക്ഷൻ അസംബ്ലിയിൽ ഇവിടെ respected principal and my dear friends, and international Today we celebrate the strength and resilience and achievements of women around the world. As students, we are the future leaders and change makers, and I want to emphasize the importance of education in empowering women. Today we celebrate the strength, resilience and achievements of women around the world. ഇന്ന് നമ്മുടെ ഇന്റർനാഷണൽ വിമൻസ് ഡേ ആണല്ലോ. ഇന്റർനാഷണൽ വിമൻസ് ഡേയിലൂടെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് വുമൻസിന്റെ സ്ട്രെങ്ത്തും റെസിലിയൻസും അച്ചീവ്മെന്റ്സും ആണ്. അതായത് അവരുടെ സ്ട്രെങ്ത് മീൻസ് അവരുടെ ഉറച്ച ശക്തിയെയും, റെസിലിയൻസ് എന്ന് പറഞ്ഞാൽ പ്രതിരോധ ശേഷിയെയും, അതുപോലെ അവരുടെ നേട്ടങ്ങളെയും. വുമൻസിന്റെ റെസിലിയൻസ്, പവർ, സ്ട്രെങ്ത്, അച്ചീവ്മെന്റ്സ്, ഇതിനെയൊക്കെ നമ്മൾ ഇന്ന് സ്റ്റുഡൻസ് വി ആർ ദ ഫ്യൂച്ചർ ലീഡേഴ്സ് ആൻഡ് ചേഞ്ച് മേക്കേഴ്സ്. അപ്പൊ നമ്മൾ ഇന്ന് അപ്പൊ അസംബ്ലിയിൽ
I want to say of education ഇപ്പൊ നമ്മുടെ ഒരു സ്റ്റുഡന്റ് സ്കൂൾ അസംബ്ലിയിൽ നടത്തുന്നുണ്ടല്ലോ. ഐ വോണ്ട് ടു എംഫസൈസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് എനിക്ക് ചെയ്യാൻ ചെയ്യുന്നത് എഡ്യൂക്കേഷൻ ഓഫ് എഡ്യൂക്കേഷൻ ഇൻ എംപവർമെന്റ് വുമൺ ഞാനിവിടെ ഊന്നൽ നൽകാൻ പിന്നെ നമ്മുടെ സ്പീച്ചിന്റെ മൂന്നാമത്തെ പാരഗ്രാഫിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നോളജ് ഈസ് പവർ is a famous statement of Francis Bacon. By pointing this statement, I want to emphasize that education is the key to unlocking the potential of women worldwide. Empowering women through education can transform lives, communities. നോളജ് ഈസ് പവർ, അതായത് ഫേമസ് ആയിട്ടുള്ള ഫ്രാൻസിസ് ബേക്കൺ, ഇംഗ്ലീഷ് എഴുത്തുകാരൻ, എസ്സേയിസ്റ്റും സ്റ്റേറ്റ്സ്മാനും അതുപോലെ തന്നെ ഫാദർ ഓഫ് ഇംഗ്ലീഷ് എസ്സേസ് ആയിട്ടുള്ള ഫ്രാൻസിസ് ബേക്കൺ അദ്ദേഹത്തിന്റെ ഒരു ഇമ്പോർട്ടൻറ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് നോളജ് ഈസ് പവർ. കാരണം നോളജ് മീൻസ് എന്താ, വിവരമാണ് പവർ. അതായത് ഇവിടെ നമുക്ക് ഒരാളുടെ പറയുന്നത് അയാളുടെ അറിവാണ് അയാളുടെ സ്ട്രെങ്ത്. ഇത് ഫ്രാൻസിസ് ബേക്കന്റെ നോളജ് ഈസ് പവർ എന്നുള്ളത് ഫ്രാൻസിസ് ബേക്കന്റെ ഇമ്പോർട്ടന്റ് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. By pointing this statement, I want to emphasize that education is the key to unlocking the potential of women worldwide. ഈ പോയിന്റ് നമുക്ക് സ്റ്റേറ്റ്മെന്റ് ഈ ഫ്രാൻസിസ് ബേക്കൻ ഈ സ്റ്റേറ്റ്മെന്റ് എനിക്കിവിടെ എംഫസൈസ് ചെയ്യാനുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വുമൻസിന്റെ വേൾഡ് വൈഡ് ഉള്ള വുമൻസിന്റെ ട്രൂ പൊട്ടൻഷ്യൽ, യഥാർത്ഥ കഴിവിനെ അൺലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു മാർഗാണ് നമ്മുടെ എഡ്യൂക്കേഷൻ വഴി ഈ വേൾഡ് പുറത്തു കൊണ്ടുവരാൻ അൺലോക്ക് ചെയ്യാൻ വേണ്ടി പറ്റാണ് ഇവിടെ പറയുന്നത്. Empower women through education can transform lives, communities. വുമൻസിന്റെ വുമണിന്റെ എംപവറിംഗ്, അതായത് സ്ത്രീ ശാക്തീകരണം, എഡ്യൂക്കേഷൻ നടപ്പാകുമ്പോ അത് ട്രാൻസ്ഫോം ജീവിത രീതികളെ ട്രാൻസ്ഫോം ലീവ്സ്, കമ്മ്യൂണിറ്റീസ്, സൊസൈറ്റീസ്. വുമനെ സ്ത്രീ ശാക്തീകരിക്കുന്നതിലൂടെ നമുക്ക് ട്രാൻസ്ഫോം ചെയ്യാം, ചേഞ്ച് ചെയ്യാം നമ്മുടെ ലൈഫ് സ്റ്റൈലിനെ, ജീവിതത്തെയും കമ്മ്യൂണിറ്റീസിനെ അതുപോലെ തന്നെ സൊസൈറ്റിക്ക് ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റും. Education empowers women to make informed decisions about their health, well-being, and finances, and it helps women to develop skills and confidence to pursue their dreams.
Education empowers women to make informed decisions about their health, well-being, and finances and education. Women's empowerment ഫസ്റ്റ് റൂൾ എന്നാണ് ESA നമ്മളെ പർട്ടിക്കുലർ പറയുന്നത്. അപ്പോൾ എഡ്യൂക്കേഷൻ വുമൻസിനെ എംപവർ ചെയ്യുന്നുണ്ട് ടു മേക്ക് ഇൻഫോംഡ് ഡിസിഷൻ. അവർക്ക് ഒരുപാട് അറിവുള്ള തീരുമാനങ്ങൾ എടുക്കാൻ, അവരുടെ ഹെൽത്തിനെ പറ്റിയിട്ട്, വെൽബീയിങ്, നല്ല ജീവിതത്തെ പറ്റിയിട്ട്, ഫിനാൻസ്. അപ്പോ നമ്മുടെ ഹെൽത്ത്, വിമന്റെ ഹെൽത്ത്, അതുപോലെ ഇതിനെ പറ്റിയിട്ട് ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് എഡ്യൂക്കേഷൻ വിമനെ എംപവർ ചെയ്യുന്നുണ്ട്. ഇറ്റ് ഹെൽപ്സ് ടു ഡെവലപ്പ് സ്കിൽസ് ആൻഡ് കോൺഫിഡൻസ് ടു പെർസ്യൂ ദെയർ. അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ വുമൻസിനെ ഡെവലപ്പ് ചെയ്യാൻ, സ്കിൽസ്, കോൺഫിഡൻസ് ടു പെർസ്യൂ ദെയർ, നേടിയെടുക്കാൻ കോൺഫിഡൻസും അവർക്ക് നൽകുന്നുണ്ട്. അപ്പൊ എഡ്യൂക്കേഷൻ എന്തിനാണ് ഇവരെ ഹെൽപ്പ് ചെയ്യുന്നത്? എഡ്യൂക്കേഷനിലൂടെയാണ് സ്ത്രീ ശാക്തീകരണം നടപ്പിലാകുന്നത്. കാരണം നോളജ് ഈസ് പവർ എന്ന് പറഞ്ഞു. അറിവാണ് ഇന്ത്യയും പവറായിട്ട് എഡ്യൂക്കേഷന്റെ എംപവർമെന്റിന്റെ ഫീച്ചറായിട്ട്. അപ്പോ എഡ്യൂക്കേഷൻ എന്തിനാണ്? സ്ത്രീകൾ അവർ ഡിസിഷൻ മേക്കിങ്ങിന്, Education is the key that unlocks the door to independence. Education is the key that unlocks the door to independence, self-reliance, and a brighter future. When women are educated, they can break free from the shackles of oppression, challenge the societal norms, and pursue their dreams. By educating women, we can boost economic growth and productivity and break the cycles of poverty, inequality. Without education, women are more likely to face domestic violence and discrimination. അപ്പോൾ കഴിഞ്ഞ പാരഗ്രാഫിൽ എഡ്യൂക്കേഷൻ വുമൻസിനെ എംപവർ ചെയ്യാനുള്ള നല്ലൊരു ടൂളാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ അതിന്റെ ബാക്കി തന്നെയാണ് ഇവിടെയും പറയാനുള്ളത്. ഈ പാരഗ്രാഫിൽ നമ്മൾ എഡ്യൂക്കേഷന്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ഇതിൽ നമ്മൾ പറഞ്ഞു അവരുടെ ഹെൽത്തും വെൽബീയിങ്ങും അതുപോലെ തന്നെ ഫിനാൻസ്, ഈ കാര്യങ്ങളിൽ അവർക്ക് നല്ലൊരു ഡിസിഷൻ മേക്കിംഗ് മെന്റാലിറ്റി ഉണ്ടാവും. പിന്നെ അവരുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ കോൺഫിഡൻസ്, അവരുടെ കോൺഫിഡൻസ് ഇംപ്രൂവ് ആവാൻ, കോൺഫിഡൻസ്, അവരുടെ ഡ്രീംസ്, സ്വപ്നങ്ങൾ നേടിയെടുക്കാനുള്ള കോൺഫിഡൻസ് കിട്ടാനും എഡ്യൂക്കേഷനിലൂടെ എംപവർമെന്റ് സാധ്യമാകുമ്പോൾ അവർക്ക് സാധിക്കുന്നുണ്ട്. Education is the key that unlocks the door to independence. അതാണ് അടുത്തതായി പറയുന്നത്. സ്വാതന്ത്ര്യം നേടിയെടുക്കാനുള്ള നല്ലൊരു കീ, അതായത് വിമനിന്റെ സ്വാതന്ത്ര്യം നേടിയെടുക്കാനുള്ള ഒരു കീ ആയിട്ട് നമുക്ക് എഡ്യൂക്കേഷൻ ഇവിടെ കാണാൻ പറ്റും. കാരണം എഡ്യൂക്കേഷൻ നേടിക്കഴിഞ്ഞാൽ നമ്മൾ സെൽഫ് റിലയന്റ് ആണ്, നമ്മൾ ഇൻഡിപെൻഡന്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എഡ്യൂക്കേഷനെ നമ്മുടെ സ്വാതന്ത്ര്യത്തെ തുറക്കാനുള്ള ഒരു കീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. സെൽഫ് റിലയൻസ് ആൻഡ് എ ബ്രൈറ്റർ ഫ്യൂച്ചർ. വെൻ വുമൺ ആർ എഡ്യൂക്കേറ്റഡ്, ദേ ക്യാൻ ബ്രേക്ക് free from the shackles of oppression.
സെൽഫ് റിലയൻസിന്റെയും റൈറ്റർ ഫ്യൂച്ചറിന്റെയും ഇൻഡിപെൻഡൻസിന്റെയും ഒരു കീ ആയിട്ട് നമുക്ക് ഇവിടെ എഡ്യൂക്കേഷൻ കാണാം. എന്തിൻ്റെക്ക് കീ ആയിട്ട് കാണാൻ പറ്റുക? സെൽഫ് റിലയൻസ്, ഇൻഡിപെൻഡൻസ്, അതുപോലെ തന്നെ ബ്രൈറ്റർ ഫ്യൂച്ചർ. ഇത്രയും കാര്യത്തിന്റെ ഒരു കീ ആയിട്ട് നമുക്ക് ഇവിടെ എഡ്യൂക്കേഷനെ കാണാൻ പറ്റും. When women are educated, they can break free from the shackles of oppression. എപ്പോഴാണോ സ്ത്രീക്ക് വിദ്യാഭ്യാസം കിട്ടുന്നത് അപ്പൊ മുതല് നമുക്ക് ചുറ്റുമുള്ള ഒപ്രഷന്റെ ഷാക്കിൾസ്, സ്ത്രീകൾക്ക് ചുറ്റുമുള്ള ഒപ്രഷൻ, അതായത് അടിച്ചമർത്തപ്പെടലിന്റെ കെട്ടുപാടുകൾ ബ്രേക്ക് ചെയ്യാൻ പറ്റും. എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വുമണ് അവള് സെൽഫ് റിലയന്റ് ആണ്. അതുകൊണ്ട് തന്നെ അവളുടെ ചുറ്റുമുള്ള ഒപ്രഷന്റെ ഷേക്കിൾസ്, കെട്ടുപാടുകൾ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവൾക്ക് സാധിക്കും. ചലഞ്ച് സൊസൈറ്റൽ നോംസ്, അതുപോലെ സൊസൈറ്റിയുടെ പർട്ടിക്കുലർ റൂൾസിനെയും നോംസിനെയൊക്കെ ചലഞ്ച് ചെയ്യാനും അവർക്ക് സാധിക്കും. ആൻഡ് പെർസ്യൂ ദെയർ ഡ്രീംസ്, അവരുടെ ഡ്രീംസ് പെർസ്യൂ ചെയ്യാൻ, നേടിയെടുക്കാനും അവളെ കൊണ്ട് സാധിക്കും. ബൈ എഡ്യൂക്കേറ്റിംഗ് വിമൺ വി ക്യാൻ ബൂസ്റ്റ് എക്കണോമിക് ഗ്രോത്ത് ആൻഡ് പ്രൊഡക്ടിവിറ്റി. സ്ത്രീകൾക്ക് എഡ്യൂക്കേഷൻ കൊടുക്കുന്നതിലൂടെ നമുക്ക് എക്കണോമിക് ഗ്രോത്തും അതുപോലെ തന്നെ പ്രൊഡക്ടിവിറ്റി, എക്കണോമിക് ഗ്രോത്തും രാജ്യത്തിന്റെ പ്രൊഡക്ടിവിറ്റിയും കൂട്ടാൻ പറ്റും. break the cycles of poverty and inequality. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ രാജ്യത്തിന്റെ പോവേർട്ടിയും ഇനീക്വാലിറ്റിയും, ദാരിദ്ര്യത്തിന്റെയും ഇനീക്വാലിറ്റി മീൻസ് എല്ലാവരെയും ഡിഫറെന്റ് ആയി കാണുന്ന ആ ഒരു കാഴ്ചപ്പാട് നമുക്ക് ബ്രേക്ക് ചെയ്യാം. നമുക്ക് പോവേർട്ടിയുടെയും അതുപോലെ തന്നെ ഇനീക്വാലിറ്റി മീൻസ് തുല്യമല്ലാത്ത എന്നൊക്കെയാട്ടോ മീനിങ്. ഇനീക്വാലിറ്റീസും ഈ സൈക്കിള് നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റും. വിതൗട്ട് എഡ്യൂക്കേഷൻ വിമൺ ആർ മോർ ലൈക്ലി ടു ഫേസ് ഡൊമസ്റ്റിക് വയലൻസ് ആൻഡ് ഡിസ്ക്രിമിനേഷൻ. എഡ്യൂക്കേഷൻ കിട്ടാത്ത വിമൻ, അതായത് എഡ്യൂക്കേഷൻ ആക്സസിബിൾ അല്ലാത്ത വിമൻസിന് ആർ മോർ ലൈക്ലി ടു ഫേസ് ഡൊമസ്റ്റിക് വയലൻസ് ആൻഡ് ഡിസ്ക്രിമിനേഷൻ. അവരെന്ന് പറയുന്നത് ഡൊമസ്റ്റിക് ഗാർഹിക പീഡനം അതുപോലെ തന്നെ ഡിസ്ക്രിമിനേഷൻ, വേർപാടുകളും, അതായത് ഡിസ്ക്രിമിനേഷൻ മീൻസ് മാറ്റി നിർത്തപ്പെടുക. അപ്പോ എഡ്യൂക്കേഷൻ കിട്ടാത്ത വിമന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് ഡൊമസ്റ്റിക് വയലൻസും ഡിസ്ക്രിമിനേഷനും നേരിടുന്നവരാണ്. ഇൻ അവർ സ്കൂൾ വി ഹാവ് മെനി ടാലന്റഡ് ആൻഡ് അംബീഷ്യസ് ഗേൾസ് who have the potential to change the world, but we must recognize that not at all girls have access to the same opportunities. അപ്പൊ നമുക്ക് നോക്കാം. ഇൻ അവർ സ്കൂൾ, നമ്മുടെ സ്കൂളിൽ വി ഹാവ് മെനി ടാലന്റഡ് ആൻഡ് അംബീഷ്യസ് ഗേൾസ്. ഒരുപാട് അംബീഷ്യസും ടാലന്റഡും ആയിട്ടുള്ള ഒരുപാട് ഗേൾസ് നമ്മുടെ സ്കൂളിലുണ്ട്. ഹു ഹാവ് ദ പൊട്ടൻഷ്യൽ ടു ചേഞ്ച് ദ, അവർക്ക് ഈ വേൾഡിനെ മാറ്റാനുള്ള പൊട്ടൻഷ്യൽ, കഴിവ് തന്നെയുണ്ട്. ബട്ട് വി മസ്റ്റ് have access to the same opportunity. Opportunities accessible. Let us support and uplift each other and work toward a world where every person goes to school, reach their full potential. അതായത് അതുകൊണ്ട് തന്നെ നമുക്ക് ലെറ്റ്സ് പ്ലെഡ്ജ് ടു സപ്പോർട്ട് ആൻഡ് അപ്ലിഫ്റ്റ് ഈച്ച് അതർ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ വെച്ചിട്ട് ഒരു പ്ലെഡ്ജ് എടുക്കാം, ഒരു പ്രതിജ്ഞ എടുക്കാം. ടു സപ്പോർട്ട് ആൻഡ് അപ്ലിഫ്റ്റ്, സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യാനും അപ്ലിഫ്റ്റ് ഉയർത്താനും, നമ്മൾ പരസ്പരം മറ്റുള്ളവരെ ഉയർത്താനും സപ്പോർട്ട് ചെയ്യാനും വേണ്ടിയിട്ട്. ആൻഡ് വർക്ക്സ് ടുവാർഡ്സ് ക്രിയേറ്റിംഗ് വേൾഡ് വെർ എവരി ഗേൾ ക്യാൻ ഗോ ടു സ്കൂൾ ആൻഡ് റീച്ച് ഹെർ ഫുൾ പൊട്ടൻഷ്യൽ. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പുതിയ വേൾഡ്, ഒരു ന്യൂ വേൾഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ആ വേൾഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എല്ലാ വിമണും എഡ്യൂക്കേഷൻ കിട്ടിയിരിക്കണം. ആ വേൾഡിലെ എല്ലാ ഗേൾസിനും അവരുടെ പൊട്ടൻഷ്യൽ
അതായത് അവരുടെ ഡ്രീംസ് അച്ചീവ് ചെയ്യാൻ കഴിയണം. അപ്പൊ നമുക്ക് ambitious girls, നമ്മുടെ സ്കൂളിൽ ഒരുപാട് ടാലന്റഡ് അംബീഷ്യസ് ആയിട്ടുള്ള ഗേൾസ് ഉണ്ട്. അവർക്ക് ഈ വേൾഡിനെ തന്നെ മാറ്റാനുള്ള കഴിവുണ്ട്. ബട്ട് വി മസ്റ്റ് റെക്കഗ്നൈസ് നോട്ട് അറ്റ് ഓൾ ഗേൾസ് ഹാവ് ആക്സസ് ടു ദ സെയിം ഓപ്പർച്യൂണിറ്റീസ്. പക്ഷെ എല്ലാ ഗേൾസിനും സെയിം ഓപ്പർച്യൂണിറ്റീസ് കിട്ടാനുള്ള ആക്സസ് ഇല്ല. ലെറ്റ് us pledge to support and uplift each other. അതുകൊണ്ട് തന്നെ നമുക്ക് അവരെ സപ്പോർട്ട് ചെയ്യാനും അപ്ലിഫ്റ്റ് ചെയ്യാനും വേണ്ടി പ്രതിജ്ഞ എടുക്കാം. നമുക്കൊരു ന്യൂ വേൾഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പരിശ്രമിക്കാം. ആ ന്യൂ വേൾഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എല്ലാ ഗേൾസിനും എഡ്യൂക്കേഷൻ കിട്ടിയിരിക്കണം. അതുപോലെ തന്നെ അവരുടെ ട്രൂ പൊട്ടൻഷ്യൽ, ഫുൾ പൊട്ടൻഷ്യൽ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് സാധിക്കണം. സോ ലെറ്റ് us celebrate പവർ ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ദ സ്ട്രെങ്ത് ഓഫ് വുമൻ ടുഡേ. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ എഡ്യൂക്കേഷന്റെ പവറും സ്ട്രെങ്ത് ഓഫ് വുമണും, സ്ത്രീകളുടെ ശക്തിയും എഡ്യൂക്കേഷന്റെ പവറും നമുക്ക് ഇന്ന് സെലിബ്രേറ്റ് ചെയ്യുന്നു. കാരണം ഇന്ന് ഇന്റർനാഷണൽ വിമൻസ് ഡേ ആണല്ലോ. ലെറ്റ് us honor the women who paved the way for us. അതുകൊണ്ട് നമുക്ക് വേണ്ടിയിട്ട് പാത ക്രിയേറ്റ് ചെയ്തിട്ടുള്ള വിമൻസിനെ നമുക്ക് ഹോണർ ചെയ്യാം. ഹോണർ മീൻസ് എന്താ, അവർക്ക് നല്ലൊരു പൊസിഷൻ, അവരെ നമുക്ക് റെസ്പെക്ട് ചെയ്യാം. ആൻഡ് ലെറ്റ് us inspire each other to be the leaders and change makers of tomorrow. അപ്പൊ നമുക്ക് എല്ലാവരെയും ഇൻസ്പയർ ചെയ്യാം, നാളത്തെ നല്ല ലീഡേഴ്സ് ആവാനും അതുപോലെ തന്നെ നമ്മുടെ സൊസൈറ്റിയെ ചേഞ്ച് ചെയ്യാനുള്ള നല്ലൊരു ചേഞ്ച് മേക്കേഴ്സ് ആവാനും ഇവർക്കെല്ലാം സാധിക്കട്ടെ എന്ന് നമുക്ക് അവരെ ഇൻസ്പയർ ചെയ്യാൻ സാധിക്കണം. താങ്ക് യു. അപ്പൊ ഇത്രയാണ് നമ്മള് ആ ടെക്സ്റ്റിലെ സ്പീച്ചിന്റെ ആൻസർ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്നത് ഇതേ മോഡലിൽ ഒരു സ്പീച്ചാണ്. അപ്പൊ ഒന്ന് വായിക്കണം. എക്സാം അറ്റൻഡ് ചെയ്യുന്ന എക്സാമിനൊക്കെ എസ്സേ ക്വസ്റ്റ്യൻ ആയി ചോദിച്ച് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്ക് സ്പീച്ച് മൊത്തമായിട്ടൊന്ന് വായിക്കാം, എന്നിട്ട് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Respected principal teachers and my dear friends, good morning everyone and happy International Women's Day. Today we celebrate the strength, resilience and achievements of women around the world. As students, we are the future leaders and change makers, and I want to emphasize the importance of education in empowering women. Knowledge is power is a famous statement of Francis Bacon. By pointing this statement, I want to emphasize that education is the key to unlocking the potential of women worldwide. By empowering women through education can transform lives, communities, and societies. Education decisions about and finance and women skills and confidence dreams. Education is the key that unlocks the door to independence, self-reliance, and brighter future. When women are educated, they can break free from the shackles of oppression, challenge societal norms, and pursue their dreams. By educating women, we can boost economic growth and productivity and break the cycles of poverty and inequality. Without education, women are more likely to face domestic violence and discrimination. In our school, we have many talented and ambitious girls who have the potential to change the world. But we must recognize that not all girls have access to the same opportunities. Let us pledge to support and uplift each other and work towards creating a world where every girl can go to school and reach her full potential. So let us celebrate the power of education and the strength of women today. Let us honor the women who paved the way for us.
and let us inspire each other to be the leaders and change makers of tomorrow. Thank you. അപ്പൊ അത്രയാണ് നമുക്ക് ആ സ്പേസിലുള്ള ആൻസർ ആയിട്ട് എഴുതാനുള്ളത്. ഇനി നമുക്ക് ഈ 3 L's ഓഫ് എംപവർമെന്റ് എന്നുള്ള എസ്സേയുടെ ഒരു സമ്മറി നോക്കാം. കാരണം സമ്മറി എക്സാമിനൊന്നും പൊതുവെ ചോദിച്ചു കണ്ടിട്ടില്ല. അഥവാ ചോദിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അതൊന്നൊരു എസ്സേ ക്വസ്റ്റ്യൻ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇതിന്റെ സമ്മറി മേ ബി എഴുതേണ്ടി വരും. അപ്പൊ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഒരു സമ്മറി നമുക്ക് പ്രിപ്പയർ ചെയ്ത് വെക്കാം. നിങ്ങളും ഇത് പഠിക്കാൻ ശ്രമിക്കണം. She was the first woman to become the finance minister of G8 economy. In this 2014 speech, she introduced the 3 L's of empowerment to promote empowerment. First knowledge, Lagarde stresses that access to quality education is crucial for women and girls to acquire skills and confidence. Education enables individuals to make informed decisions and participate fully in society. The second labor focuses on economic independence. Lagarde calls for equal pay, equal opportunities, and a supportive work environment to enable women to participate fully in a labor market. Economic independence is vital for empowerment, allowing individuals to make choices and shape their lives. The third L, leadership, highlights the need for representation and decision-making power. Lagarde encourages more women to take on leadership roles, challenging the status quo and creating a more inclusive environment. Leadership positions enable individuals to shape policies and decision, driving change and progress. Lagarde's 3 L's are interconnected and essential for achieving gender equality. Education provides the foundation for economic independence, which in turn enables individuals to take on leadership roles. By addressing these 3 areas, individuals, organizations, and policymakers can work together to create a more equitable environment. By empowering women through the 3 L's, we can unlock their full potential, leading to a more prosperous and harmonious world. Lagarde's 3 L's serve as a call to action, inspiring us to work towards a future where women have equal opportunities to succeed and contribute to society. Implementing the 3 L's can drive meaningful change, fostering a more inclusive and equitable world for all. അപ്പോൾ ഇതാണ് നമ്മുടെ സമ്മറി. നമുക്കത് ലൈൻ ബൈ ലൈൻ ആയിട്ട് നോക്കാം. The speech 3 L's of Empowerment was written by Christine Lagarde. നമ്മുടെ സ്പീച്ച് ആയിട്ടുള്ള 3 L's of Empowerment എഴുതിയിരിക്കുന്നത് ആരാ? ക്രിസ്റ്റീൻ ലഗാർഡ്. She was the first woman to become the finance മിനിസ്റ്റർ ഓഫ് G8 എക്കണോമി. G8 എക്കണോമിയുടെ ഫസ്റ്റ് വുമൺ ഫിനാൻസ് മിനിസ്റ്റർ ആണ് നമ്മുടെ ക്രിസ്റ്റീൻ ലഗാർഡ്. ഇതൊക്കെ നമ്മൾ അവരുടെ ബയോഗ്രഫി പറഞ്ഞപ്പോൾ ഡിസ്കസ് ചെയ്തതായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് ഇവരെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ ഇതിന്റെ സമ്മറി ഡിസ്കസ് ചെയ്തപ്പോൾ, അതായത് ടെക്സ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ നമ്മൾ ഓതറിനെ പറ്റിയിട്ട് നോക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ സമ്മറിയിൽ കൂടുതൽ പോയിന്റ്സ് അവരെ പറ്റി ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രൊഫൈൽ ഞാൻ ഡിസ്കസ് ചെയ്തത് പോയി നോക്കണം. In this 2014 speech, she introduced the 3 L's of empowerment to promote gender equality and women's empowerment. 2014 ഈ എസ്സേ ഉണ്ടല്ലോ 3 L's of empowerment, അതിൽ അവര് എംപവർമെന്റിന് ആവശ്യമായിട്ടുള്ള 3 L'സിനെയാണ്
ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ 3 Ls ഉണ്ടല്ലോ, ജെൻഡർ ഇക്വാലിറ്റി, അതായത് ലിംഗസമത്വത്തെയും വിമന്റെ എംപവർമെന്റ്, സ്ത്രീ ശാക്തീകരണത്തെയും ലിംഗസമത്വത്തെയും പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. കാരണം നമ്മുടെ സൊസൈറ്റിയിൽ പൊതുവെ കണ്ടുവരുന്ന ഒരു കാഴ്ച എന്താ വെച്ചാല്, വിമന് എപ്പോഴും ഒപ്രസ്ഡ് ആണ്, അടിച്ചമർത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഒരു വർക്കിംഗ് ഫീൽഡ് ആവട്ടെ, എഡ്യൂക്കേഷൻ ഫീൽഡ് ആവട്ടെ, അവിടെയൊക്കെ നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് മെന്നിന് കൊടുത്തുകൊണ്ടിരിക്കുക. ഒരു രാജ്യത്തിന്റെ എക്കണോമിക് ഗ്രോത്ത് എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ അതില് വുമണ് വളരെ ലെസ് മാത്രമാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. കാരണം എന്താ, അവർക്ക് ലാക്ക് ഓഫ് ഓപ്പർച്യൂണിറ്റീസും ഉണ്ടാണ്. ഇതൊക്കെ നമ്മൾ സ്പീച്ച് ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞായിരുന്നു. This framework highlights 3 key areas essential for achieving women empowerment. അപ്പം നമ്മളെ ഈ വർക്ക് ഉണ്ടല്ലോ, സ്പീച്ച്, അത് ഹൈലൈറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ 3 key areas. നമുക്കറിയാം ആ 3 key areas ഇവിടെ ഏതൊക്കെയാണ്: ലേണിംഗ്, ലേബർ ആൻഡ് ലീഡർഷിപ്പ്, എസെൻഷ്യൽ ഫോർ അച്ചീവിങ് വുമൺ എംപവർമെന്റ്. വുമന്റെ എംപവർമെന്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 3 key areas ആണുള്ളത്. അതിനെയാണ് നമ്മൾ ഈ എസ്സേയിൽ മെയിനായിട്ട്, ഈ സ്പീച്ചിൽ മെയിനായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് എല്ല് നോക്കാം. അപ്പൊ നമ്മുടെ ഫസ്റ്റ് എല്ല് എന്ന് പറയുന്നത് ലേണിംഗ് ആണ്. അപ്പൊ ഫസ്റ്റ് എല്ല് ലേൺ. The first L, learn, emphasizes the importance of education and knowledge. അപ്പൊ നമ്മുടെ ഫസ്റ്റ് എല്ലായിട്ടുള്ള ലേണിംഗ് എഡ്യൂക്കേഷന്റെയും നോളജിന്റെയും ഇമ്പോർട്ടൻസിനെയാണ് എംഫസൈസ് ചെയ്യുന്നത്. അതായത് ഊന്നൽ കൊടുക്കുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് എഡ്യൂക്കേഷനും നോളജിനുമാണ്. ലഗാർഡെ stresses that access to quality education is crucial for women and girls to acquire skills and confidence. അപ്പൊ ലഗാർഡെ ഈ ഫസ്റ്റ് എല്ലുണ്ടല്ലോ, ലേണിങ്ങിലൂടെ എംഫസൈസ് ചെയ്യുന്ന, സ്ട്രെസ് ഊന്നൽ കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ചാല്, ആക്സസ് ടു ക്വാളിറ്റി എഡ്യൂക്കേഷൻ, അതായത് ക്വാളിറ്റി എഡ്യൂക്കേഷൻ കിട്ടാനുള്ള ആക്സസ് വിമൻസിന് കിട്ടുന്നത് ഒരു ക്രൂഷ്യൽ ആണ്. അതായത് ക്വാളിറ്റി എഡ്യൂക്കേഷണൽ ആക്സസ് എന്ന് പറയുന്നത് വുമണിനെ സംബന്ധിച്ചിടത്തോളം ഒരു ക്രൂഷ്യൽ ആണ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ആൻഡ് ഗേൾസ് ടു അക്വയർ സ്കിൽസ് ആൻഡ് കോൺഫിഡൻസ്, അതുപോലെ തന്നെ വുമൻസിന് അവരുടെ സ്കിൽസും കോൺഫിഡൻസും അക്വയർ ചെയ്യാൻ നമുക്ക് ക്വാളിറ്റി എഡ്യൂക്കേഷൻ വുമൻസിന് ക്രൂഷ്യൽ ആയിട്ടുള്ളതാണ്. അതിലൂടെ അവർക്ക് അവരുടെ സ്കിൽസും കോൺഫിഡൻസും അക്വയർ ചെയ്യാൻ വേണ്ടി പറ്റും. എഡ്യൂക്കേഷൻ enables individuals to make informed decisions and participate fully in society. അതായത് എഡ്യൂക്കേഷൻ enables individuals to make informed decision. എഡ്യൂക്കേഷൻ ഒരു വ്യക്തിക്ക് അയാൾക്ക് ഇൻഫോംഡ് ആയിട്ടുള്ള ഡിസിഷൻ, അതായത് എന്ത് കാര്യത്തിലും വളരെ അറിവും ഇൻഫോമിങ്ങും ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് അയാൾക്കൊരു ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി ഉണ്ടാക്കി കൊടുക്കും. ആൻഡ് പാർട്ടിസിപ്പേറ്റ് ഫുള്ളി ഇൻ സൊസൈറ്റിയിൽ നല്ലൊരു പങ്കാളിത്തം ക്രിയേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ നല്ലൊരു ഡിസിഷൻ എടുക്കാനും നമുക്ക് എഡ്യൂക്കേഷനിലൂടെ സാധിക്കും. കാരണം എഡ്യൂക്കേഷൻ അത് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. ഒരു വ്യക്തിക്ക് സൊസൈറ്റിയിൽ നിലനിൽക്കണം എന്നുണ്ടെങ്കിലും നല്ലൊരു ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി ഉണ്ടാവണം എന്നുണ്ടെങ്കിലും എഡ്യൂക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. The second L, labor, focuses on economic independence through employment. നമ്മുടെ സെക്കൻഡ് L ആയിട്ടുള്ള ലേബർ ഫോക്കസ് ചെയ്യുന്നത് എന്താന്ന് വെച്ചാല്, എക്കണോമിക് ഇൻഡിപെൻഡൻസ് ഉണ്ടല്ലോ, രാജ്യത്തിന്റെ എക്കണോമിക് ഇൻഡിപെൻഡൻസ് എംപ്ലോയ്മെന്റിലൂടെ എങ്ങനെ നടപ്പിലാക്കാന്നാണ് നമ്മുടെ സെക്കൻഡ് L പറയുന്നത്. ലഗാർഡെ കോൾസ് ഫോർ ഈക്വൽ പേ, ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് സപ്പോർട്ടീവ് വർക്ക് environment to enable women to participate fully in labor market. അപ്പോൾ ലഗാർഡെ ഇവിടെ കോൾസ് ഫോർ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാല് ഈക്വൽ പേ, ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ്. കാരണം നമ്മൾ പൊതുവെ കാണുന്ന ഒരു കാഴ്ചയാണ്, ഒരു വുമണും മെന്നും ഒരേ കമ്പനിയിൽ സെയിം പൊസിഷനിൽ സെയിം ക്വാളിഫിക്കേഷനോട് കൂടിയിട്ട് ഇരിക്കുകയാണെങ്കിൽ അവിടെ വിമണിന് കിട്ടുന്ന പേയ്മെന്റ് എന്ന് പറഞ്ഞാൽ ലെസർ ദാൻ മെൻ ആയിരിക്കും.
അപ്പോൾ ഈക്വൽ പേയും ഈക്വൽ ഓപ്പർച്യൂണിറ്റീസും നമുക്ക് വേണം എന്നാണ് ഇവിടെ ലഗാർഡെ പറയുന്നത്. ആൻഡ് സപ്പോർട്ടീവ് വർക്ക് എൻവയൺമെന്റ് ടു എനാബിൾ വുമൻ ടു, അതുപോലെ ഒരു സപ്പോർട്ടീവ് വിമൻസിന് സപ്പോർട്ടിങ് നൽകുന്ന ഒരു വർക്കിംഗ് എൻവയൺമെന്റ്, ഒരു ചുറ്റുപാട് ഉണ്ടാവണം. ടു എനാബിൾ വുമൻ ടു പാർട്ടിസിപ്പേറ്റ് ഫുള്ളി ഇൻ ലേബർ മാർക്കറ്റ്. സ്ത്രീകൾ ഫുള്ളായിട്ട് ലേബർ മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈക്വൽ പേയ്മെന്റും ഈക്വൽ ഓപ്പർച്യൂണിറ്റിയും ഒരു സപ്പോർട്ടീവ് വർക്ക് എൻവയൺമെന്റ് വേണമെന്നാണ് ക്രിസ്റ്റീൻ ലഗാർഡെ ഇവിടെ പറയുന്നത്. അവർ മുന്നോട്ട് എന്താ, ഈക്വൽ ഓപ്പർച്യൂണിറ്റീസും സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു വർക്ക് എൻവയൺമെന്റും ഉണ്ടെങ്കിൽ വുമൻസിന് നമുക്ക് സൊസൈറ്റിയുടെ ലേബർ മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നമ്മളെ സഹായിക്കും. എക്കണോമിക് ഇൻഡിപെൻഡൻസ് ഈസ് വൈറ്റൽ ഫോർ എംപവർമെന്റ്. അതായത് നമ്മുടെ എക്കണോമിക് ഇൻഡിപെൻഡൻസ് ഉണ്ടല്ലോ, ശാക്തീകരണത്തിന്റെ വൈറ്റൽ, അതായത് കീ എലമെന്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് എന്താ, എക്കണോമിക് ഇൻഡിപെൻഡൻസിനെയാണ്. allowing individuals to make choices and shaping their lives. അതായത് എക്കണോമിക് ഇൻഡിപെൻഡൻസ് ഉണ്ടല്ലോ, ഒരാളുടെ എക്കണോമിക് ഇൻഡിപെൻഡൻസ് ആണ് ഇൻഡിവിജ്വൽസിന് അവരുടെ ചോയ്സും അവരുടെ ലൈഫിനെ ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും. അതായത് എക്കണോമിക് ഇൻഡിപെൻഡൻസ് ഒരു വ്യക്തിയെ ഒരുപാട് ചോയ്സസ് എടുക്കാനും അവരുടെ ജീവിതത്തെ ഷേപ്പ് ചെയ്യാനും വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ദ തേർഡ് എൽ ഈസ് ലീഡർഷിപ്പ്. അടുത്ത എൽ എന്ന് പറയുന്നത് ലീഡർഷിപ്പ് ആണ്. അത് ദാറ്റ് ഹൈലൈറ്റ്സ് ദ നീഡ് ഫോർ റെപ്രസെന്റേഷൻ ആൻഡ് ഡിസിഷൻ മേക്കിംഗ് പവർ. തേർഡ് എല്ലായിട്ടുള്ള ലീഡർഷിപ്പ് ഹൈലൈറ്റ് ചെയ്യുന്നത് എന്താന്ന് വെച്ചാല് റെപ്രസെന്റേഷനും ഡിസിഷൻ മേക്കിംഗ്. അതായത് ഒരു സൊസൈറ്റിയിൽ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യണം, അതായത് ഡിസിഷൻ മേക്കിംഗ് പവറിനെ പറ്റിയിട്ടുമാണ് ലീഡർഷിപ്പ് ഹൈലൈറ്റ് ചെയ്യുന്നത്. അതായത് തേർഡ് എല്ലായിട്ടുള്ള ലീഡർഷിപ്പിലൂടെ നമുക്ക് ഡിസിഷൻ മേക്കിംഗ് പവറും ഒരു സൊസൈറ്റിയിൽ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യണമെന്നും ആണ് കാണിക്കുന്നത്. ലഗാർഡെ എൻകറേജസ് മോർ വുമൻ ടു ടേക്ക് ഓൺ ലീഡർഷിപ്പ് റോൾസ്. അപ്പോൾ ഇവിടെ നമ്മുടെ ലഗാർഡെ എല്ലാ വുമണിനും ഒരുപാട് സ്ത്രീകളെ ലീഡർഷിപ്പ് റോൾസ് എടുക്കാൻ വേണ്ടിയിട്ട് എൻകറേജ് ചെയ്യുന്നുണ്ട്, മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. More women to take on leadership roles, changing status quo and creating a more inclusive. ഒരുപാട് സ്ത്രീകള് ലീഡർഷിപ്പ് റോൾസ് എടുക്കുന്നത് വഴി നമുക്ക് സ്റ്റാറ്റസ് കോ, അതായത് ഇപ്പൊ നിലനിൽക്കുന്ന സ്റ്റാറ്റസ് ഉണ്ടല്ലോ, അതിനെ നമുക്ക് ചലഞ്ച് ചെയ്യാൻ പറ്റും. കാരണം സ്ത്രീകൾ ഇപ്പോ ലീഡർഷിപ്പ് ക്വാളിറ്റീസ് എടുക്കാത്ത മെന്നെ എല്ലാം ഏറ്റെടുക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് നമുക്കിപ്പോ കറന്റ് ആയിട്ട് നിലനിൽക്കുന്നത്. അപ്പൊ ഇതൊക്കെ നമുക്ക് മറികടക്കാൻ പറ്റും അവര് ഒരുപാട് പേര് ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ഏറ്റെടുത്തിട്ട് മുന്നോട്ട് വരുവാണെങ്കിൽ. ആൻഡ് ക്രിയേറ്റിംഗ് മോർ ഇൻക്ലൂസീവ്, അതുപോലെ തന്നെ ഇൻക്ലൂസീവ് ആയിട്ടുള്ള നല്ലൊരു എൻവയൺമെന്റ് ക്രിയേറ്റ് ചെയ്യാനും നമുക്ക് പറ്റും. ലീഡർഷിപ്പ് പൊസിഷൻസ് എനാബിൾ ഇൻഡിവിജ്വൽസ് ടു ഷേപ്പ് പോളിസീസ് ആൻഡ് ഡിസിഷൻ. ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വലിനെ പോളിസീസിന് അതുപോലെ തന്നെ ഡിസിഷൻസിലും ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഡ്രൈവിംഗ് ചേഞ്ച് ആൻഡ് പ്രോഗ്രസ്. അതുപോലെ തന്നെ ലീഡർഷിപ്പ് ഓരോ ഇൻഡിവിജ്വലിനും ചേഞ്ച്, മാറ്റങ്ങളിലേക്കും പ്രോഗ്രസ്, മുന്നേറ്റങ്ങളിലേക്കും ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുക. ലീഡർഷിപ്പിലൂടെ നമുക്ക് ഒരു ഇൻഡിവിജ്വലിനും ഒരു സൊസൈറ്റിയിലും തന്നെ ചേഞ്ചും പ്രോഗ്രസും കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഈ 3 എല്ലാണ് മെയിൻ ആയിട്ട് നമ്മളെ ഈ സ്പീച്ചിൽ ക്രിസ്റ്റീൻ ലഗാർഡെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ലേണിംഗ്, ഫസ്റ്റ് എൽ എന്ന് പറയുന്നത് ലേണിംഗ്, സെക്കൻഡ് എൽ ലേബർ ആൻഡ് തേർഡ് എൽ ഈസ് ലീഡർഷിപ്പ്. അപ്പോൾ ഈ ഫസ്റ്റ് നമ്മളെന്താ ഈ 3 Ls ഓഫ് എംപവർമെന്റ് എഴുതിയിരിക്കുന്ന ക്രിസ്റ്റീൻ ലഗാർഡെ എന്ന് പറഞ്ഞൊരു ഇൻട്രൊഡക്ഷൻ കൊടുത്തു.
പിന്നെ നമ്മൾ ഫസ്റ്റ് എല്ലിനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു, പിന്നെ സെക്കൻഡ് എല്ല്, പിന്നെ തേർഡ് എല്ല്, ഇതിനെയൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു. നമുക്ക് ഇതിനൊരു കൺക്ലൂഡിങ് പാർട്ടും കൂടി കൊടുത്താൽ ഈ സമ്മറി ഇവിടെ കംപ്ലീറ്റ് ആവും. Lagard's three L's are connected, essential for achieving equality. ലഗാർഡ് 3 L's ഉണ്ടല്ലോ, അത് ഇന്റർ കണക്റ്റഡ് ആണ്, പരസ്പര ബന്ധിതമാണ്. ആൻഡ് എസെൻഷ്യൽ ഫോർ അച്ചീവിങ് ജെൻഡർ ഇക്വാലിറ്റി, ലിംഗസമത്വം അച്ചീവ് ചെയ്യാൻ, നേടിയെടുക്കാൻ വേണ്ടിയിട്ട് എസെൻഷ്യൽ ആയിട്ടുള്ള ഒന്നാണ്. എഡ്യൂക്കേഷൻ പ്രൊവൈഡ്സ് ദ ഫൗണ്ടേഷൻ ഫോർ എക്കണോമിക് ഇൻഡിപെൻഡൻസ്, നമ്മുടെ എക്കണോമിക് ഇൻഡിപെൻഡൻസിന്റെ, അതായത് പറഞ്ഞല്ലേ നമുക്ക് ഇൻഡിപെൻഡൻസ് ഉണ്ടാവണം, അതിന്റെ ഫൗണ്ടേഷൻ ആയിട്ട് വർക്ക് ചെയ്യുന്നത് എഡ്യൂക്കേഷൻ ആണ്. വിച്ച് ഇൻ ടേൺ എനാബിൾസ് ഇൻഡിവിജ്വൽസ് ടു ടേക്ക് ഓൺ ലീഡർഷിപ്പ് റോൾസ്, അത് നമ്മളെ ഇൻഡിവിജ്വൽസിന് ലീഡർഷിപ്പ് റോൾസ് ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് എനാബിൾ ചെയ്യും. അതായത് എഡ്യൂക്കേഷൻ, എക്കണോമിക് ഇൻഡിപെൻഡൻസിന്റെ ഫൗണ്ടേഷൻ എഡ്യൂക്കേഷൻ ആണ്. എഡ്യൂക്കേഷൻ ഓരോ വ്യക്തിയെയും ലീഡർഷിപ്പ് റോൾസ് ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ റോൾസ് എടുത്ത് മുന്നോട്ട് വരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ബൈ അഡ്രസ്സിങ് ദീസ് 3 areas, ഇൻഡിവിജ്വൽസ് അപ്പോ ബൈ അഡ്രസ്സിങ് ദീസ് 3 areas, ഈ 3 areas, ലേണിംഗ്, ലേബർ ആൻഡ് ലീഡർഷിപ്പ്, ഈ 3 areasനെ അഡ്രസ് ചെയ്തുകൊണ്ട് പോളിസി മേക്കേഴ്സിനും ഒന്നിച്ച് വർക്ക് ചെയ്യാം. അതായത് ഒരുമിച്ച് നിന്ന് വർക്ക് ചെയ്യാൻ പറ്റും. ഒരു മോർ ഇക്വിറ്റബിൾ, ഒരുപാട്, അതായത് നമുക്ക് ഇക്വിറ്റബിൾ, എല്ലാ കാര്യത്തിലും ഈക്വൽ ആയിട്ട് ഇമ്പോർട്ടൻസ്, ഈക്വൽ ഫ്രീഡം, ഈക്വൽ പേയ്മെന്റ്, നമ്മൾ പറഞ്ഞതുപോലെ മെന്നിനും വിമണിനും ഈക്വൽ ആയിട്ട് ജീവിക്കാൻ പറ്റിയ ഒരു എൻവയൺമെന്റ് നമുക്ക് ഈ പോളിസീസും ഓർഗനൈസേഷൻസും ഇൻഡിവിജ്വൽസും ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുകയാണെങ്കിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഇവരുടെ ഈ ഒരു കൂട്ടായ എഫേർട്ട് കൊണ്ട് നമുക്ക് അങ്ങനെ ഒരു മോർ ഇക്വിറ്റബിൾ ആയിട്ടുള്ള എൻവയൺമെന്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. By empowering women to the 3 L's and their full potential, leading to a more prosperous and harmonious world. അപ്പൊ അതിലൂടെ ഈ 3 L ഉപയോഗിച്ച് നമ്മൾ സ്ത്രീകളെ ശാക്തീകരിക്കുന്നതിലൂടെ നമുക്ക് അവരുടെ ഫുൾ പൊട്ടൻഷ്യൽ, മുഴുവൻ കഴിവിനെയും നമുക്ക് അൺലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ലീഡിങ് ടു എ മോർ പ്രോസ്പെറസ് ആൻഡ് ഹാർമോണിയസ്, അതുപോലെ തന്നെ നമുക്ക് ഹാർമോണി നല്ല ഒരു അതുപോലെ തന്നെ എല്ലാം ഒന്നിച്ച് നിൽക്കുന്നതുമായിട്ട് വേൾഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. Inspiring our works for future where women have equal opportunities to succeed and contribute to സൊസൈറ്റിയിലെ വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാനും വേണ്ടിയിട്ട്, വുമൻസിന് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് കിട്ടാൻ വേണ്ടിയിട്ടും വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഹെൽപ്പ് നമുക്ക് ഈ 3 L's സൊസൈറ്റിയിൽ ഇംപ്ലിമെന്റ് ചെയ്യാം.
ഈ സൊസൈറ്റിയിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് വഴി നമുക്ക് സൊസൈറ്റിയിൽ ഒരു മീനിങ്ഫുൾ ചേഞ്ചും പിന്നെ മോർ ഇൻക്ലൂസീവ് ആൻഡ് നമുക്ക് സൊസൈറ്റിയെ ഫോസ്റ്ററിങ് മീൻസ് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഒരു ഇൻക്ലൂസീവും അതുപോലെ തന്നെ മോർ ഇക്വിറ്റബിൾ എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള സ്റ്റാറ്റസ് കൊടുക്കുന്ന ഒരു വേൾഡിനെയും നമുക്ക് എല്ലാവർക്കും ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ സ്പീച്ചിലൂടെ മെയിൻ ആയിട്ട് പറയുന്നത്. അപ്പൊ മെയിൻ ആയിട്ട് 3 Ls ആണ് ഇതിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അതുപോലെ ഓരോ എൽസിന്റെയും ഇമ്പോർട്ടൻസും ഉണ്ട്. അപ്പൊ ലേണിങ്ങിനെ പറ്റി പറയുമ്പോൾ നമുക്ക് മെയിൻ ആയിട്ട് പറയാനുള്ളത് എഡ്യൂക്കേഷൻ ആണ് നമ്മളുടെ എന്തിന്റെ ഒരു ഫൗണ്ടേഷൻ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ സമ്മറിയിൽ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ഇതൊന്ന് മൊത്തത്തിൽ വായിക്കണം. ഇനി നമുക്ക് ഇതൊന്ന് ചോദിച്ചിട്ട് എക്സാമിനൊക്കെ ചോദിച്ചു തന്നിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഇത് ഇമ്പോർട്ടന്റ് ആട്ടോ. ഇനി അതുപോലെ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്ത സ്പീച്ചില്ലേ ഇന്റർനാഷണൽ വിമൻസ് ഡേയില്, അത് എക്സാമിന് ചോദിച്ചു കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ. അതുപോലെ ഇനിയിപ്പോ ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടന്റ് ആണ്. പല തവണയായിട്ട് എക്സാമിന് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആ ടോപ്പിക്കിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യാം. There is an African adage that says, if you educate a boy, you train a man. If you educate a girl, you train a village. Prepare a write-up explaining the meaning of the passage. അപ്പൊ നമ്മൾ ഈ എസ്സേയുടെ ഫസ്റ്റ് പാർട്ടിലെ ലേണിങ്ങിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്തപ്പോൾ ഒരു ആഫ്രിക്കൻ പഴഞ്ചൊല്ലിനെ പറ്റിയിട്ട് പറഞ്ഞിരുന്നു. എന്തായിരുന്നു ആ പഴഞ്ചൊല്ലി? ഇഫ് യു എഡ്യൂക്കേറ്റ് എ ബോയ് യു ട്രെയിൻ എ മാൻ. ഒരു കുട്ടിക്ക്, ആൺകുട്ടിക്കാണ് എഡ്യൂക്കേഷൻ കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അവൻ എന്തായിരിക്കും? നമ്മൾ നല്ലൊരു വ്യക്തിയാണ് ട്രെയിൻ ചെയ്തെടുക്കുന്നത്. പക്ഷെ നമ്മൾ ഒരു സ്ത്രീക്ക് അല്ലെങ്കിൽ ഒരു പെൺകുട്ടിക്കാണ് എഡ്യൂക്കേഷൻ കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ ആ വില്ലേജിനെ തന്നെയാണ് ട്രെയിൻ ചെയ്തെടുക്കുന്നത്. അതിലൂടെ നമുക്ക് മനസ്സിലാവുന്നത് എന്താന്ന് വെച്ചാല് മെന്നിന് എഡ്യൂക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് അവനിൽ തന്നെ നിലനിൽക്കുന്നത്. പക്ഷെ ഒരു സ്ത്രീക്ക് എഡ്യൂക്കേഷൻ കൊടുത്താൽ ഒരു ലൈറ്റനിങ് ഓഫ് ലാമ്പ് പോലെയാണ്. കാരണം അവളിൽ നിന്ന് അവളുടെ എഡ്യൂക്കേഷൻ ഈ സൊസൈറ്റി മൊത്തം സ്പ്രെഡ് ആവുന്ന ഒരു കാഴ്ച നമുക്ക്, അല്ലെങ്കിൽ ആ വില്ലേജ് മൊത്തം സ്പ്രെഡ് ആവുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ പ്രിപ്പയർ എ റൈറ്റ്-അപ്പ് എക്സ്പ്ലൈനിങ് ദ മീനിങ് ഓഫ് പാസേജ്. അപ്പൊ ഈ ഇതുണ്ടല്ലോ ആഫ്രിക്കൻ അഡാജ്, അതിനെ നമ്മൾ Education is a tool for emancipation and empowerment of women. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് സ്ത്രീകളുടെ എംപവർമെന്റിനും അതുപോലെ തന്നെ എമാൻസിപ്പേഷനും വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ്. ഇറ്റ് ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് എനി ചേഞ്ച്. എഡ്യൂക്കേഷൻ എന്നത് ഇത് ചേഞ്ച് ഉണ്ടാക്കാൻ പറ്റിയ ഫൗണ്ടേഷൻ ആണ്. The African adage stresses on the importance of giving education to women. നമ്മൾ ഈ ആഫ്രിക്കൻ അഡാജ് ഉണ്ടല്ലോ, അതിന്റെ മെയിൻ ഐഡിയ എന്ന് പറഞ്ഞിട്ടുള്ളത് വിമൻസിന് എഡ്യൂക്കേഷൻ കൊടുക്കുന്നതിന്റെ നീഡിനെ സ്ട്രെസ് ചെയ്യാണ്. എഡ്യൂക്കേഷൻ വുമൻ ടു ബ്രേക്ക് ദ shackles of exclusion and emergency in the mainstream. Education helps എന്നുണ്ടോ കട്ടായി പോയത്. എഡ്യൂക്കേഷൻ ഹെൽപ്സ് വുമൻ ടു ബ്രേക്ക് ദ ഷാക്കിൾസ് ഓഫ് എക്സ്ക്ലൂഷൻ. മാറ്റി നിർത്തലിന്റെ കെട്ടുപാടുകൾ, അതായത് അതിനെ ആ മാറ്റി നിർത്തലിന്റെ ഷാക്കിൾസ് ഉണ്ടല്ലോ, കെട്ടുപാടുകൾ. ഷാക്കിൾസ് മീൻസ് കെട്ടുപാട്, ചങ്ങല എന്നൊക്കെ കേട്ടോ. അപ്പൊ അതൊക്കെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വുമൻസിനെ ഹെൽപ്പ് ചെയ്യും. ആൻഡ് എമർജൻസി ഇൻ ദ മെയിൻ സ്ട്രീം. അതുപോലെ തന്നെ മെയിൻ സ്ട്രീമിൽ ഇവർക്ക് നല്ലൊരു മെയിൻ സ്ട്രീം സൊസൈറ്റിയിൽ മെന്നിനുള്ളതുപോലെ തന്നെ ഒരു റോള് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇവരെ ഹെൽപ്പ് ചെയ്യും. ആൻ എഡ്യൂക്കേറ്റഡ് പേഴ്സൺ അച്ചീവ് സെൽഫ് അവയർനെസ്. അതായത് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള വിദ്യാസമ്പന്നനായ ഒരാൾക്ക് സെൽഫ് അവയർനെസ്, നമ്മുടെ സെൽഫിനെ പറ്റിയിട്ട്, നമ്മളുടെ സ്വയം വ്യക്തിത്വത്തെ പറ്റിയിട്ട് ഒരു അവയർനെസ് ഉണ്ടാവും. This helps in the successful living of an individual. അത്
ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഇൻഡിവിജ്വലിന് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫ് ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇറ്റ് ഹെൽപ്സ് ടു ഐഡന്റിഫൈ ദ കോസസ് ഓഫ് ദ പ്രോബ്ലം ഇൻ എ പേഴ്സൺസ് ലൈഫ്. അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്തിനാ ഹെൽപ്പ് ചെയ്യുന്നത്? ഐഡന്റിഫൈ ദ കോസസ് ഓഫ് ദ പ്രോബ്ലംസ് ഇൻ നമ്മുടെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ കാരണങ്ങൾ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളുടെ കാരണങ്ങളെ പറ്റിയിട്ട് കാരണങ്ങൾ എന്തൊക്കെയാന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എഡ്യൂക്കേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എഡ്യൂക്കേഷൻ പ്രൊവൈഡ്സ് ഹെർ ഗുഡ് ജോബ്. എഡ്യൂക്കേഷൻ ഒരു സ്ത്രീക്ക് നല്ലൊരു ജോബ് കൊടുക്കുന്നുണ്ട്. അതിലൂടെ ഷീ ക്യാൻ ഏൺ മണി. അവർക്ക് പൈസ സമ്പാദിക്കാൻ പറ്റും. ത്രൂ ദാറ്റ് ഷീ ബിക്കംസ് ഇൻഡിപെൻഡന്റ് ഇൻ ഹെർ ലൈഫ്. അതിലൂടെ അവളുടെ ലൈഫിൽ ഇൻഡിപെൻഡന്റ് ആവുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം, ഇഫ് എ മാൻ ഈസ് എഡ്യൂക്കേറ്റഡ്, ഹിസ് നോളജ് വിൽ ബി യൂസ്ഫുൾ ഓൺലി ടു ഹിം. അതായത് ഒരു സ്ത്രീക്ക് എഡ്യൂക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവള് സെൽഫ് അവയർനെസ്സും ഇൻഡിപെൻഡൻസും നല്ലൊരു ജോബും അവൾക്ക് അതിലൂടെ പൈസയും ഏൺ ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ ഒരു മെന്നിന് എഡ്യൂക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ the knowledge will be useful only to him. ആ നോളജ് യൂസ്ഫുൾ ആവുന്നത് അവന് വേണ്ടി മാത്രമാണ്. ബട്ട് ഇഫ് എ വുമൺ ഈസ് എഡ്യൂക്കേറ്റഡ്, she will be able to spread the rays of education to everyone surrounding her. അതായത് മെന്നിന് എഡ്യൂക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആ നോളജ് അവന് മാത്രമാണ് യൂസ്ഫുൾ ആവുന്നത്. അറ്റ് ദ സെയിം ടൈം ഒരു വിമണിനാണ് നമ്മൾ എഡ്യൂക്കേഷൻ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അവള് ആ എഡ്യൂക്കേഷനും നോളജും എല്ലാവർക്കും, അവളുടെ സറൗണ്ടിങ്സിലുള്ള എല്ലാവരിലേക്കും അതിന്റെ റേസ് എല്ലാം സ്പ്രെഡ് ചെയ്യും. സോ ഗിവിങ് എഡ്യൂക്കേഷൻ ഫോർ ഗേൾസ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് എഡ്യൂക്കേഷൻ കൊടുക്കുന്നതാണ് ഇമ്പോർട്ടൻറ്റ്. കാരണം നമ്മളൊരു മെന്നിനാണ് എഡ്യൂക്കേഷൻ കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ എഡ്യൂക്കേഷൻ്റെയും അല്ലെങ്കിൽ ആ നോളജും യൂസ്ഫുൾ ആവുന്നത് അവന് വേണ്ടി മാത്രമാണ്. പക്ഷെ ഒരു സ്ത്രീക്ക് നമ്മൾ എഡ്യൂക്കേഷൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നോളജ് യൂസ്ഫുൾ ആകുന്നത് അവൾക്ക് മാത്രമല്ല, ആ നോളജ് അവൾ സ്പ്രെഡ് ചെയ്യും, അവളുടെ സറൗണ്ടിങ്സിലുള്ള എല്ലാവർക്കും സ്പ്രെഡ് ചെയ്യും. അതുകൊണ്ട് തന്നെ ആർക്ക് എഡ്യൂക്കേഷൻ കൊടുക്കുന്നത് ഇമ്പോർട്ടൻറ്റ്? സ്ത്രീ എഡ്യൂക്കേഷൻ കൊടുക്കുന്നത്. അഡാജിന്റെ ഈ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ഈ ആഫ്രിക്കൻ അഡാജിന്റെ ഇമ്പോർട്ടൻസ്, ഇത് ഒരു 3-4 ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ. അതുകൊണ്ട് തന്നെ നിങ്ങൾ നല്ല ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം, സ്കിപ്പ് ചെയ്യരുത്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് വായിച്ചിട്ടെങ്കിലും പോകണം. നമ്മൾ ആ ആഫ്രിക്കൻ അഡാജ് എന്താണ് മീൻ ചെയ്യുന്നതെന്ന് എന്തായാലും നോക്കിയിട്ട് പോകണം. അപ്പോൾ ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഈ സെക്കൻഡ് ക്വസ്റ്റ്യൻ, read the given excerpt from the 3 L's of empowerment and answer the questions that follow. അപ്പൊ നമ്മുടെ 3 L's of empowerment എന്ന് എടുത്തിട്ടുള്ള ഒരു ഭാഗമാണ്. എന്നിട്ട് ആ ഭാഗം വായിച്ചിട്ട് നമുക്ക് ആ ക്വസ്റ്റ്യൻസ്, അതിന്റെ താഴോട്ടുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യും. അപ്പൊ ആ എക്സെപ്റ്റ് എന്താന്ന് വെച്ചാൽ, they represent half the world's population but contribute for less than 50% of economy. അപ്പൊ ഇത് നമ്മളുടെ സ്പീച്ചിന്റെ തുടക്കത്തിലുള്ള ഭാഗാട്ടോ. they represent half the world's population. സ്ത്രീകൾ വേൾഡിന്റെ ലോകത്തിന്റെ പോപ്പുലേഷന്റെ പകുതി ഭാഗമുണ്ട്. ബട്ട് കോൺട്രിബ്യൂട്ട് ഫാർ ലെസ് ദാൻ 50% ഓഫ് എക്കണോമി. പക്ഷെ രാജ്യത്തിന്റെ, അതായത് ഒരു ലോകത്തിന്റെ എക്കണോമിക് ആക്ടിവിറ്റിയിൽ അവര് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് അവരുടെ 50% മാത്രം. ഒരു രാജ്യത്തിന്റെ 50%, ഒരു ലോകത്തിന്റെ 50% പോപ്പുലേഷൻ വിമൺ ആണ്. പക്ഷെ ലോകത്തിന്റെ എക്കണോമിക് ആക്ടിവിറ്റിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഉള്ള സ്ത്രീകളിൽ 50% മാത്രമാണ്. അതാണ് ഈ സ്റ്റേറ്റ്മെന്റ്. അപ്പൊ അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ മെയ്ഡ് ദിസ് സ്റ്റേറ്റ്മെന്റ് ആൻഡ് വേർ? ഈ സ്റ്റേറ്റ്മെന്റ് ആരാ പറഞ്ഞിട്ടുള്ളത്? ക്രിസ്റ്റീൻ ലഗാർഡെ ഇൻ ഹർ സ്പീച്ച് 3 L's of Empowerment. നമ്മളുടെ ഈ സ്പീച്ചിൽ ക്രിസ്റ്റീൻ ലഗാർഡെ പറയുന്ന സ്റ്റേറ്റ്മെന്റ് ആണിത്. ഹൂ റെഫേർഡ് ടു ആസ് ദേ ഹിയർ? ഇവിടെ ദേ എന്ന് റെഫർ ചെയ്യുന്നത് ആരെയാ? ദേ എന്നുള്ളത് വിമൻ ആണ്.
വിമൻ. അപ്പൊ ഇവിടെ ദേ എന്നുള്ളത് വിമൺ ആണ്. പിന്നെ why do they contribute far less than 50% എക്കണോമിക് ആക്ടിവിറ്റി? എന്തുകൊണ്ടാണ് അവർ 50% മാത്രം രാജ്യത്തിന്റെ എക്കണോമിക് ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? എന്തുകൊണ്ട് അവർക്ക് മൊത്തമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല? അതിന്റെ ആൻസർ ആയിട്ട് ബിക്കോസ് വുമൺ ആർ ഡിനോയിഡ് ഓഫ് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ്. ബിക്കോസ് വിമൻ ആർ ഡിനൈഡ് ഓഫ് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ്. അതിന് കാരണം എന്താന്ന് വെച്ചാൽ വുമൻസിന് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ഡിനൈ ചെയ്തിരിക്കുക, നിരസിക്കപ്പെട്ടിരിക്കുക. അതായത് മെന്നിന് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് അല്ല സ്ത്രീക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവള് രാജ്യത്തിന്റെ എക്കണോമിക് ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് വളരെ ലെസ് ആയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് അതിൻ്റെ ഈ 3 ക്വസ്റ്റ്യൻസ്. ഹു മേഡ് ദിസ് സ്റ്റേറ്റ്മെന്റ് ആൻഡ് വാർ? ആരാ സ്റ്റേറ്റ്മെന്റ്? ക്രിസ്റ്റീൻ ലഗാർഡ്. നമ്മുടെ സ്പീച്ച് ആയിട്ടുള്ള 3 rules of environmentൽ ദേ എന്ന് പറഞ്ഞാൽ വുമൺ ആണ്. Why do they contribute far less than? Because women are denied of equal opportunities. അപ്പൊ ഇതൊക്കെ സിമ്പിൾ ആയിട്ടുള്ളതാണ്. അപ്പൊ നമ്മളൊന്ന് ഓർത്ത് വെച്ചാൽ തന്നെ, അല്ലെങ്കിൽ നമ്മുടെ ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കുകയാണെങ്കിൽ തന്നെ ആൻസർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പിന്നെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് 1 word ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആട്ടോ. They are more likely to make decisions based on consensus building, inclusion, compassion with a focus on long-term sustainability. ഇതും നമ്മുടെ ടെക്സ്റ്റിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇതിലും ദേ എന്ന് പറയുന്നത് വിമൺ ആണ്. അപ്പോൾ ഇത് നമ്മുടെ ടെക്സ്റ്റിന്റെ ലാസ്റ്റ് പാർട്ട്, അതായത് നമ്മള് ലീഡർഷിപ്പിനെ പറ്റിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ പറയുന്ന കാര്യങ്ങളാണ്. വാട്ട് ഡസ് ദ എക്സ്പ്രഷൻ കൺസെൻഷ്യസ് ബിൽഡിംഗ് മീൻസ് ഹിയർ? അതായത് കൺസെൻഷ്യസ് ബിൽഡിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു ജനറൽ ആർഗ്യുമെന്റ് അല്ലെങ്കിൽ ജനറൽ ഡിസിഷൻ നോക്കിയാട്ടോ മീനിങ് വരുന്നത്. അതായത് ഒന്നിച്ചെടുക്കുന്ന തീരുമാനം നോക്കിയാണ്. അപ്പൊ അതുമായിട്ട് ഇതിന്ന് കണക്ട് ആയിട്ടുള്ള വേർഡ് ഏതാണെന്ന് ചോദിക്കുന്നത്. ഏതാ? അറൈവിങ് അറ്റ് എ ഡിസിഷൻ, കൊളാബറേറ്റീവ് പ്രോബ്ലം സോൾവിങ്, കോംപ്രമൈസ്. അപ്പൊ നമ്മുടെ കൺഷ്യസ് ബിൽഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? കൊളാബറേറ്റീവ് ആയിട്ട് ഒന്നിച്ച് പ്രോബ്ലം സോൾവ് ചെയ്യുക. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഇതിന് ആപ്റ്റ് ആയിട്ടുള്ള ആൻസർ ബി ആട്ടോ. ഈ ഓപ്ഷൻസിൽ ബി ആണ്. അതുകൊണ്ട് തന്നെ കൊളാബറേറ്റീവ് പ്രോബ്ലം സോൾവിങ് ആണ്. പിന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫൈൻഡ് ദ വേർഡ് ഓപ്പോസിറ്റ് ഇൻ കമ്പാഷൻ. കമ്പാഷൻ എന്ന് പറഞ്ഞാല് ദയ, പിറ്റി എന്നൊക്കെയാണ് ശരിക്കും മീനിങ് വരുന്നത്. അപ്പൊ നമുക്ക് കമ്പാഷന്റെ ഓപ്പോസിറ്റ് വേർഡ് ആയിട്ട് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഏതാ? ക്രുവലിറ്റി. അപ്പൊ നമ്മളുടെ കൺസെൻഷ്യസ് ബിൽഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊളാബറേറ്റീവ് പ്രോബ്ലം സോൾവിങ് അല്ലെങ്കിൽ ജനറൽ ആർഗ്യുമെന്റ് എന്നൊക്കെയാണ്. പിന്നെ നമ്മുടെ കമ്പാഷന്റെ ഓപ്പോസിറ്റ് വേർഡ് എന്ന് പറയുന്നത് ക്രുവലിറ്റിയാണ്. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സും സമ്മറിയും അതുപോലെ തന്നെ ഒരു സ്പീച്ചും ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് ഉള്ളത്. അതൊക്കെ ഒന്നുകൂടി നോക്കാം. അപ്പൊ എല്ലാവരും ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയി പഠിക്കണം. സ്പീച്ച് നമ്മൾ പഠിച്ചു. ഇത് ഒരു ഇന്റർനാഷണൽ വിമൻസ് ഡേയിൽ നമ്മൾ പ്രസന്റ് ചെയ്യുന്ന ഒരു സ്പീച്ചാണ്, ഡെലിവർ ചെയ്യുന്ന സ്പീച്ചാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഓഡിയൻസിനെയും ആ ഡേയും വിഷ് ചെയ്തിട്ടാണ് നമ്മൾ സ്പീച്ച് സ്റ്റാർട്ട് ചെയ്യാൻ. പിന്നെ നമ്മൾ ഈ എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻസിനെ പറ്റി, പിന്നെ നമ്മുടെ സ്പീച്ചിന്റെ സമ്മറിയെ പറ്റിയിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു 3 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൽ ആഫ്രിക്കൻ അഡാജിൻ്റെത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ സ്പീച്ചും ആഫ്രിക്കൻ അഡാജും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ നിങ്ങൾ ഇതൊക്കെ ഒന്ന് നോക്കിയിട്ട് വേണം എക്സാം അറ്റൻഡ് ചെയ്യാൻ. അതിൽ ആഫ്രിക്കൻ അഡാജ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മറക്കേണ്ട, എല്ലാ എക്സാമിനും ചോദിച്ചു കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ. സ്പീച്ച് നമ്മുടെ എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ടും ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒന്നും സ്കിപ്പ് ചെയ്യാതെ പഠിക്കുക. അപ്പൊ നമുക്ക് ഇന്നത്തെ സെക്ഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം.
ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഓക്കെ അല്ലേ?